വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഏളനാട്ടിലാണ്. ജാൻസി സാറിൻ്റെ വീട്ടിലാണ്. ഇന്ന് മനുഷ്യരുടെ ജീവിതത്തിൽ മാരകമായ അസുഖങ്ങൾ മൂലം പലരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 12 തരം പച്ചക്കറികളുടെ അസുഖങ്ങൾ മാറ്റാൻ പറ്റാവുന്ന ഉള്ള ടിപ്സാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പേര് ജാൻസി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കരയ്ക്കടുത്ത് എളനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനൊരു ബയോ വെൽനസ് കോച്ചാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ജൈവ പച്ചക്കറികളുടെ ഉണ്ടാക്കുന്ന ഒരു കർഷകനാണ്. അപ്പോൾ അതിലുള്ള കൂടുതൽ അന്വേഷണത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത്, നമ്മളുടെ പച്ചക്കറികൾക്ക് സാധാരണ എല്ലാവരും കമ്പയർ ചെയ്യുന്നത് ജൈവ പച്ചക്കറി എന്ന് പറയുമ്പോൾ അതിനെ കമ്പയർ ചെയ്യുന്നത് ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കറിയുമായിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കറികൾ ഇഷ്ടംപോലെ കീടനാശിനികളും ഫെർട്ടിലൈസേഴ്സും ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളുടെ പച്ചക്കറികൾ ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ പെസ്റ്റിസൈഡ്സ്, അതായത് കീടനാശിനികൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഗുണം വളരെ വലുതാണ്, നമ്മൾ കാണുന്ന മാതിരി അല്ലെങ്കിൽ പറയുന്നത് പോലെയല്ല. അപ്പോൾ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു 12 തരം പച്ചക്കറികൾ കൊണ്ട് നമ്മൾക്ക് ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ളതും ഇനി കണ്ടെത്താനുള്ളതുമായിട്ടുള്ള ഏത് രോഗങ്ങൾക്കും സാധാരണക്കാരന് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പച്ചക്കറികൾ കൊണ്ടുള്ള ചികിത്സ, അതായത് നമ്മൾ പറയുക പച്ചയായിട്ട് കഴിക്കുമ്പോൾ അത് മരുന്നും വേവിച്ച് കഴിക്കുമ്പോൾ അത് ഭക്ഷണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന പച്ചക്കറികളെല്ലാം പച്ചയായിട്ടാണ് കഴിക്കേണ്ടത്. നമ്മുടെ 12 മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളൊക്കെ തിരിക്കുന്ന മാതിരി ശരീരത്തിൽ നമ്മൾ 12 സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലത്തെ ഒന്നാമത്തെ സെക്ഷനാണ് ദഹനമണ്ഡലം എന്ന് പറയും. ഓരോ മണ്ഡലമായിട്ടാണ് തിരിച്ച്, മണ്ഡലം എന്നാണ് അതിന് പറയുക. ഒന്നാമത്തതാണ് ദഹനമണ്ഡലം. രണ്ടാമത്തതിന് പറയാം ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്നത് ജലമണ്ഡലം എന്ന് പറയും. മൂന്നാമതായിട്ടുള്ളത് നമ്മളുടെ ഞരമ്പ് മണ്ഡലം എന്ന് പറയും. നാലാമതായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത് ശരീരത്തിലെ വായുക്കളെ വായുമണ്ഡലം എന്നാണ് പറയുക. അഞ്ചാമതായിട്ടുള്ളത് മസിൽ മണ്ഡലം, മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് മസിൽ മണ്ഡലം എന്ന് പറയും. ആറാമതായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത് തോൽ മണ്ഡലം, സ്കിന്നിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ചേർത്തിട്ടുള്ള തോൽ മണ്ഡലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണുള്ളത്. ഏഴാമതായിട്ടുള്ളത് നമ്മുടെ ശ്വാസമണ്ഡലം എന്ന് പറയും. നമ്മുടെ ശ്വാസമണ്ഡലത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും പച്ചക്കറികൾ തന്നെയുണ്ട്. ശ്വാസമണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്വാസകോശവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ശ്വാസമണ്ഡലം. എട്ടാമത്തതാണ് നമ്മുടെ പ്രതിരോധശേഷി, പ്രതിരോധ മണ്ഡലം എന്നാണ്. നമ്മുടെ പ്രതിരോധശേഷിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പ്രതിരോധ മണ്ഡലം. ഒമ്പതാമത്തത് നമ്മുടെ എല്ലുമണ്ഡലം എന്ന് പറയും. നമ്മുടെ ശരീരത്തിലെ കംപ്ലീറ്റ് ബോൺസിനെ എല്ലാം കൂടി ചേർത്ത് പറയുന്നതാണ് എല്ലുമണ്ഡലം എന്ന് പറയുന്നത്. പത്താമത്തെ മണ്ഡലം നമ്മുടെ ശരീരത്തിലുള്ള ഗ്രന്ഥികളുണ്ട്. അതിൽ 2 തരത്തിലുള്ള ഗ്രന്ഥികളാണ് നമുക്കുള്ളത്. ആദ്യത്തെ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈംസ്, അതിൻ്റെ ഉൽപ്പാദനം നേരെ ഡയറക്റ്റ് ബ്ലഡിലേക്കാണ് ചെല്ലുന്നത്. രണ്ടാമത്തത് ഗ്രന്ഥികൾക്ക് ഒരു പൈപ്പ് ഉണ്ടാവും, അത് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം നേരെ പുറത്തേക്ക് എങ്ങോട്ടേക്കെങ്കിലും ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന രീതി അത് പുറത്ത് വരും, നമ്മുടെ ബ്ലഡിലേക്കല്ല ചെയ്യുന്നത്. അപ്പോൾ അതിനുപയോഗിക്കേണ്ട പച്ചക്കറികളുണ്ട്. അടുത്തായി നമ്മൾ 11ാമത്തെ പച്ചക്കറി പറയുന്നത് BP, പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് രക്തമണ്ഡലം എന്ന് പറയും. നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ. ഇത്തരത്തിൽ നമ്മൾ 12 പച്ചക്കറികൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇന്നുവരെ കണ്ടെത്തിയിട്ടുള്ളതും കണ്ടെത്താനിരിക്കുന്നതും അത് പുതിയതായിട്ട് വരുന്ന ഏത് രോഗങ്ങൾക്കും നമ്മളുടെ ഈ പച്ചക്കറി 100% പച്ചക്കറികൾ ഗുണം ചെയ്യും. ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ശരീരത്തെ 12 മണ്ഡലങ്ങളായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിലത്തെ ഒന്നാമത്തെ മണ്ഡലമാണ് നമ്മളുടെ ദഹനമണ്ഡലം. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഒന്നാമത്തത്. അപ്പോൾ ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇന്നിപ്പോൾ ജനങ്ങളെല്ലാം അസിഡിറ്റി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ച കെമിസ്ട്രിയാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത്. നമ്മളുടെ ആസിഡിലേക്ക് ആൽക്കലി ഒഴിക്കുമ്പോൾ അത് ന്യൂട്രലാവും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന വേവിച്ച ഭക്ഷണം എല്ലാം അസിഡിക്കാണ്. അപ്പോൾ അതിനെ ആൽക്കലൈൻ ആയിട്ടുള്ള കുമ്പളങ്ങയുടെ ഒരു ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അസിഡിറ്റി കുറയും, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ദഹനമണ്ഡലത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പച്ചക്കറിയാണ് കുമ്പളങ്ങ. വേറെ ഒരു ഡൗട്ട്, ഓക്കെ, ഇത് തൊലി ചെത്തിയിട്ടാണ് തൊലി ചെത്താണ്ടാണ് ജ്യൂസ് അടിക്കുക? നമ്മൾ സാധാരണഗതിയിൽ പച്ചക്കറികളെല്ലാം തൊലിയോടെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ അധികമായിട്ടുള്ള കീടനാശിനികളുടെ ഉപയോഗം കൊണ്ടാണ് തൊലി ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത്. ഇത് നമ്മൾ തൊലിയോടെ കുരുവോടെ ജ്യൂസറിൽ അടിച്ചെടുക്കുക, വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ട് നമ്മൾ അരിപ്പയിൽ അരിച്ചെടുക്കുക, ഒട്ടും തന്നെ ഇത് വരാതെ അരിച്ചെടുത്ത് അത് ഉപ്പും ഒന്നും ചേർക്കാതെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ സ്വല്പം ശർക്കരപ്പൊടിയോ തേനോ എന്തെങ്കിലും ചേർത്ത് കഴിക്കാം. കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ചെറുതായിട്ട് ഉപ്പും ഉപയോഗിച്ച് അവർക്കത് കഴിക്കാൻ പറ്റും, കുഴപ്പമില്ല. നമ്മൾ കഴിയുന്നത് നമ്മളുടെ ഉൽപ്പന്നമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തൊലിയോട് കൂടെ തന്നെ ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തൊലി ചെത്തിക്കളയുന്നതും കുഴപ്പമില്ല, തൊലി ചെത്തി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കുരു ഒരിക്കലും കളയേണ്ട ആവശ്യമില്ല. കുരു അങ്ങനെ തന്നെ, അപ്പോൾ ജൈവമാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് കുരു ഉപയോഗിക്കാം. തൊലി ചെത്തിക്കളയുക. മാക്സിമം പച്ചക്കറികൾ നമ്മൾ വീട്ടിൽ കഴുകിയെടുക്കുക. അപ്പോൾ കഴുകിയെടുക്കുന്നതിന് നമ്മൾ മഞ്ഞൾപ്പൊടി, വിനീഗർ, ലേശം ഉപ്പ്, ഇത് മൂന്നും കൂടെ ചേർത്ത് നമ്മളൊരു ടബിൽ ഈ നമ്മൾ വാങ്ങിക്കുന്ന പച്ചക്കറികൾ ഇട്ട് ഒരു 20 മിനിറ്റ് അതിൽ മുങ്ങി കിടക്കുന്ന മാതിരി ഇരുന്നതിന് ശേഷം നല്ലപോലെ കഴുകി എടുത്തു കഴിഞ്ഞാൽ ഒരുവിധം ഒരു 95% എങ്കിലും നമ്മളുടെ കീടനാശിനി മുക്തമാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ പച്ചക്കറികളും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നല്ലപോലെ കഴുകി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഓൺ പച്ചക്കറി ആണെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ തൊലിയോടുകൂടെ തന്നെ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. കാലത്തെ വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത്. വൈകുന്നേരം 6 മണിക്ക് ഒരു ഗ്ലാസ്, രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു കുക്കുംബർ കട്ട് ചെയ്തും കഴിക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം, ഭക്ഷണത്തിനോടൊപ്പം കഴിക്കാതിരിക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളത് ദഹിച്ച് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒരു കുക്കുംബർ കട്ട് ചെയ്ത് കൊണ്ട് കഴിക്കുക. അപ്പോൾ നിങ്ങളുടെ അസിഡിറ്റി പ്രോബ്ലം 100% മാറും. ഒരു 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഒരു 15 ദിവസം തുടർച്ചയായി കഴിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അസിഡിറ്റി പ്രോബ്ലം സോൾവ്. അടുത്തായി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ശരീരത്തെ തിരിച്ചിരിക്കുന്ന രണ്ടാമത്തെ മണ്ഡലത്തെക്കുറിച്ചാണ്. അത് നമ്മുടെ ശരീരത്തിലെ ശരീരത്തിൻ്റെ വെള്ളത്തിൻ്റെ അംശങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം, അതിനാണ് ജലമണ്ഡലം എന്ന് പറയുക. അതിനു വേണ്ടി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പച്ചക്കറിയാണ് വഴുതനങ്ങ. അതിന് നമുക്ക് കഴിക്കാവുന്ന ഒരു രീതിയുണ്ട്. ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ജ്യൂസായിട്ട് കഴിക്കാവുന്നതാണ്. ഇതും പച്ചയായിട്ട് തന്നെ കഴിക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ വഴുതനങ്ങ കട്ട് ചെയ്തെടുക്കുക. അരിഞ്ഞ് മിക്സിയിൽ നല്ലപോലെ അരച്ച് അതിന് ശേഷം ഇതേപോലെ കാലത്തെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. അത് നമ്മുടെ കിഡ്നി പേഷ്യൻസ് പോലുള്ള രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് കഴിക്കാവുന്നതാണ്. കുഴപ്പമില്ല. അവരുടെ ശരീരത്തിൽ നീർക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ കുറഞ്ഞ് കിട്ടും. നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു ഭക്ഷണമാണ് വഴുതനങ്ങ. സാറേ, ഇത് സാധാരണ ജ്യൂസ് അടിച്ചിട്ട് കൊഴുപ്പല്ലേ ഇത്? അപ്പൊ ഇത് വേറെ ആഡ് ചെയ്യണോ വല്ലതും? വേറെ ഇതിൽ നമുക്കൊരു മിക്സ് ജ്യൂസ് ആയിട്ട് തന്നെ കുടിക്കാൻ വേണമെങ്കിൽ ഓരോന്നും, പക്ഷെ അതിന് അവർ തന്നെ നേരിട്ട് തന്നെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് ഓരോന്നും പറഞ്ഞു കൊടുക്കാം. ഇത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് ജ്യൂസായിട്ടാണ് കഴിക്കേണ്ടത്. ഇനിയിപ്പോൾ ജ്യൂസായിട്ട് കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതിനെ പതുക്കെ ചെറുതായിട്ട് സ്റ്റീം ചെയ്യുക. അരിഞ്ഞ് സ്റ്റീം ചെയ്ത് നമ്മൾ സാധാരണ കറി വെക്കുന്ന മാതിരി ആവിയിൽ ചെറുതായിട്ട് അതിൻ്റെ പച്ചച്ചോവ പോയി കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് അവർക്ക് പച്ചക്കറിയായിട്ടും ഭക്ഷണത്തിൻ്റെ കൂടെ കറിയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഗുണം ലേശം കുറയുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന എഫക്റ്റ് സ്വല്പം താമസിക്കും, പക്ഷേ ഗുണം എന്തായാലും തീർച്ചയായിട്ടും ഗുണം കിട്ടും. ഏറ്റവും നല്ലത് പച്ചയായിട്ട് ജ്യൂസായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് കഴിക്കാന്നത് വഴുതനങ്ങ ആയതുകൊണ്ട് ജ്യൂസ് അടിക്കുമ്പോൾ ഒരു കൊഴുപ്പ് പോലെ വരും, അതുകൊണ്ട് ചോദിച്ചു ഞാൻ. തീർച്ചയായും ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും കാലത്തെ ഇപ്പോൾ നമ്മൾ കഴിക്കുന്നതാണ്. ഞാൻ ഈ 12 പച്ചക്കറികളും പ്രാക്ടീസ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ പറയുന്നത്. ഇത് പച്ചയായിട്ട് തന്നെ കഴിക്കാം, ഒരു പ്രശ്നമില്ല. നമുക്ക് പറയുന്ന സമയത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ട് എല്ലാവർക്കും തോന്നുന്നു മാത്രമേ ഉള്ളൂ, പക്ഷേ തീർച്ചയായിട്ടും പച്ചയായിട്ട് തന്നെ കഴിക്കാം. ഞാനിപ്പോൾ എല്ലാ ദിവസവും തന്നെ കഴിക്കുന്നതാണ് ഈ ജ്യൂസ്. 2 മണ്ഡലങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തായി മൂന്നാമത്തെ ശരീരമണ്ഡലം, അതായത് ഞരമ്പ് മണ്ഡലം എന്നാണ് പറയുക. നമ്മൾ ഞരമ്പ് മണ്ഡലത്തിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിയാണ് ക്ലസ്റ്റർ ബീൻസ് അല്ലെങ്കിൽ കൊത്തവരയ്ക്ക എന്ന് പറയും. ഇതാണ് അത്. നിങ്ങൾക്ക് എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും. ജൈവ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നന്നായി. ഇത് നമ്മൾ കഴിക്കേണ്ടത് നമ്മളുടെ ഒരു അവസരകാല ചികിത്സയ്ക്ക്, അതായത് എമർജൻസി ട്രീറ്റ്മെൻറ്റിന് പോലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പച്ചക്കറിയാണ്. പനി വന്ന ഒരാൾക്ക് പെട്ടെന്ന് മെഡിസിൻസ് കൊടുക്കുന്നതിന് പകരം ഓരോ മണിക്കൂർ ഇടവിട്ട് ഒരു 5 കൊത്തവരയ്ക്ക കടിച്ച് ചവച്ച് കഴിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും അവരുടെ പനി മാറിയിട്ടുണ്ടാവും. പിന്നെ ഇത് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളത് നമ്മൾക്ക് ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വന്ന ആൾക്കാർ, അതായത് സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ വന്ന ആൾക്കാർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണിത്. കാലത്തെ ഇത് ജ്യൂസായിട്ട് കഴിക്കാം. നമുക്കൊരു കോമ്പിനേഷൻ ഓഫ് ജ്യൂസായിട്ടും കഴിക്കാം, അല്ലെങ്കിൽ 12 കൊത്തവരയ്ക്ക എടുത്ത് നിങ്ങൾക്ക് മിക്സിയിൽ അരിച്ച് ജ്യൂസായിട്ട് കഴിക്കാവുന്നതാണ്. ഏത് പച്ചക്കറിയാണെങ്കിലും നമ്മൾ കാലത്തെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. ഇതിന്റെ എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ജാൻസി സാറിന്റെ നമ്പറിൽ വിളിച്ചിട്ട് ഡൗട്ടുകൾ നിങ്ങൾക്ക് തീർക്കാം. അല്ലെങ്കിൽ സാറിന് നേരിട്ട് കണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും. പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. 4ാമത്തെ മണ്ഡലം നമ്മളുടെ വായുമണ്ഡലത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ 10 തരം വായുക്കളുണ്ട്. അതിൻ്റെ ബാലൻസിന് വേണ്ടി ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് പടവലങ്ങ. അതായത് വായുമണ്ഡലമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പടവലങ്ങ സാലഡായിട്ടോ ജ്യൂസായിട്ടോ കഴിക്കാവുന്നതാണ്.
ഇത് കഴിക്കേണ്ട രീതി ജ്യൂസ് ആണെങ്കിൽ നമുക്ക് കാലത്ത് വെറും വയറ്റിൽ ഒരു 100 ഗ്രാം പടവലങ്ങ എടുത്ത് മിക്സിയിൽ നല്ലപോലെ അരിച്ച് ഉപ്പൊന്നും ചേർക്കാതെ അതിൻ്റെ ജ്യൂസ് കഴിക്കുക. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ശർക്കരയോ അല്ലെങ്കിൽ തേനോ ചേർത്ത് കഴിക്കാവുന്നതാണ്. ബുദ്ധിമുട്ടില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കിത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. ഡയബറ്റിക്കിനും ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളൊരു പച്ചക്കറിയാണ്. ഇതിൻ്റെ സൾഫർ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളൊരു പച്ചക്കറിയാണ് പടവലങ്ങ. അതുകൊണ്ട് ഇത് ജ്യൂസ് കഴിക്കുമ്പോൾ നമ്മുടെ പാൻക്രിയാസിനെ ആക്ടിവേറ്റ് ചെയ്യും. പാൻക്രിയാസിനെ ഒരു ട്രേസ് എലമെൻ്റ് ആയിട്ട് നമുക്കത് കൂട്ടാം. തീർച്ചയായിട്ടും ഡയബറ്റിക്സ് ഉള്ളവർ ഇതിൻ്റെ മാത്രം ജ്യൂസ് കാലത്ത് ഒരു ഗ്ലാസ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. 5ാമത്തെ മണ്ഡലമാണ് മസിൽ മണ്ഡലം. നമ്മുടെ മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പച്ചക്കറിയാണ് മത്തങ്ങ. മത്തങ്ങ നമുക്ക് കഴിക്കാവുന്ന വിധം സാലഡായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസായിട്ട് കഴിക്കാം. അതും എല്ലാ സാധനവും നമ്മൾ തൊലിയോടെ ഇത് മത്തങ്ങയാണ്. മത്തങ്ങ നമ്മൾ തൊലിയോടെ സ്ക്രാപ്പറിൽ ഉരച്ച് തേങ്ങയും ശർക്കരയും ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. സാലഡായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ അതിന് ജ്യൂസായിട്ട് നിങ്ങൾക്ക് അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് കഴിക്കാവുന്നതാണ്. ഇത് നമ്മളുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യും. പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മസിൽസ് വളരെ വീക്കായി തുടങ്ങും. ഓരോരുത്തർക്കും അറിയാതെ യൂറിൻ പോകുന്നു, പലർക്കും ഹെർണിയ പോലുള്ള രോഗങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഇത് സാലഡായിട്ട് ഉപയോഗിക്കാം. പിന്നെ അടുത്തായിട്ട് നമ്മളുടെ ലങ്സിന് വേണ്ടിയിട്ട് ഇത് റെഗുലറായിട്ടൊരു 15 ദിവസം നിങ്ങൾ ഇതിൻ്റെ സാലഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലങ്സ് വളരെ ക്ലിയർ ആവും. ഞാനിതെല്ലാം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളോട് പറയുന്നത്. പച്ചയ്ക്കായിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ നമ്മുടെ ബ്ലഡ് കൗണ്ട് കൂട്ടാനും ഈ മത്തങ്ങയുടെ ഉപയോഗം ഏറ്റവും ഉപകാരപ്രദമാണ്. 6ാമത്തെ മണ്ഡലം തോൽ മണ്ഡലം എന്ന് പറയും. നമ്മുടെ സ്കിന്നിനെ കറക്റ്റാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പച്ചക്കറി കോവയ്ക്ക എന്ന് പറയും. നമ്മുടെ നാട്ടിൽ കോവയ്ക്ക എന്ന് പറയുന്ന സാധനമാണ്. നിങ്ങൾക്ക് കാണാം. ഇത് നിങ്ങൾക്ക് സാലഡായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജ്യൂസായിട്ടും ഉപയോഗിക്കാം. ഇത് കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണം നമ്മുടെ സ്കിൻ കണ്ടീഷൻസ് വളരെ കറക്റ്റാക്കും. നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു പച്ചക്കറിയാണ് കോവയ്ക്ക. നമുക്കിത് സാലഡായിട്ടും ജ്യൂസായിട്ടും ഉപയോഗിക്കാം. നിങ്ങൾ ഏത് ഉപയോഗിക്കുകയാണെങ്കിലും കാലത്ത് വെറും വയറ്റിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാലത്ത് മറ്റു ഭക്ഷണങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നതിന് മുന്നേ നമ്മൾ വെറും വയറ്റിൽ കോവയ്ക്ക ജ്യൂസായി ഒരു 100 ഗ്രാംസ്, ഒരു 100 ഗ്രാം കോവയ്ക്ക ജ്യൂസായിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് സാലഡായിട്ടോ നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. പിന്നെ വൈകുന്നേരം 6 മണിക്ക് കാലത്തെ കഴിക്കുക, അതിന് ശേഷം വൈകുന്നേരം 6 മണിക്കൊന്ന് കഴിക്കുക. 2 നേരം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ റിലേറ്റഡ് പ്രോബ്ലം, ഇന്ന് ഏറ്റവും കൂടിയ സോറിയാസിസിന് പോലും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പച്ചക്കറിയാണ് കോവയ്ക്ക. കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടാവും. നമുക്ക് ഇത് തൊലിപ്പുറത്ത് പലർക്കും കളർ വരുന്നുണ്ട്. അതിന് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലത്തിനും നമ്മളിത് ജ്യൂസോ അല്ലെങ്കിൽ സാലഡായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് മാറിക്കോളും. അതായത് ഫാറ്റിൻ്റെ പ്രശ്നമാണ്, നമുക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ്സ് ആണ് കണ്ണിന് താഴെ ചിലർക്ക് നമ്മൾ കാണാറുണ്ട്. കണ്ണിന് താഴെയായിട്ടുള്ളൊരു ബ്ലാക്ക് കളർ വരുന്നത് ഡിസ്കളറേഷൻ സ്കിന്നിൻ്റെ. അതുപോലെ ഏത് തരത്തിലുള്ള ഡിസ്കളറേഷനും ഇത് വളരെ സൂട്ടബിൾ ആണ്. നമ്മൾക്കൊരു ടൈം എടുക്കുന്നു, അതൊരു 15 ഡേയ്സ്, മിനിമം 15 ഡേയ്സ് നമുക്കൊരു റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ മാറുന്നവരെ കഴിയാത്ത ചിലർ ചോദിക്കും എത്ര കാലം ഞാനിത് കഴിക്കണമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അത് നമുക്ക് രോഗം മാറുന്നവരെ എന്നുള്ളൊരു മറുപടിയാണ് പറയാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ഏത് സ്കിന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പ്രോബ്ലംസിനും നമുക്ക് കോവയ്ക്ക റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. 100% റിസൾട്ട് ഉണ്ടാവും. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. വെറുതെ വീഡിയോ കണ്ടാൽ പോരാ, പരീക്ഷിച്ച് നോക്കി എന്തെങ്കിലും റിസൾട്ട് വരും. 7ാമത്തെ മണ്ഡലം നമ്മളുടെ ശ്വാസമണ്ഡലം എന്ന് പറയും. വായുമണ്ഡലവും ശ്വാസമണ്ഡലവും രണ്ടും ഡിഫറൻ്റ് ആണ്. ഇത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് മുരിങ്ങക്കായയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. മുരിങ്ങക്കായ നമുക്ക് ഇത് ഇത്തിരി പ്രായമായിട്ട് നമുക്ക് വീസിങ് ഉള്ള പ്രോബ്ലം ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ലപോലെ മൂത്ത മുരിങ്ങക്കായുടെ അതിൻ്റെ സീഡ്സ് എടുക്കുക. അതിൻ്റെ സീഡിൻ്റെ ഒരു ഔട്ടർ കവറിങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെളുത്ത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടുണ്ട്. അത് നമുക്ക് ഒരു 5 പീസ് കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം 5 പീസ് ചവച്ചരച്ച് വായിൽ വെച്ച് ഒരു 10 മിനിറ്റ് വായിൽ ചവച്ചരച്ചതിന് ശേഷം അത് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസിനും അതിന് വഴി കണ്ടെത്താം, മാറ്റം വരും തീർച്ചയായിട്ടും. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്കിതൊരു മൾട്ടിവിറ്റാമിൻ ജ്യൂസായിട്ട് നമുക്ക് കൊടുക്കാം. സ്റ്റീം ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് ചുരണ്ടിയെടുക്കുക. നമുക്ക് 25 ഗ്രാം പൾപ്പാണ് കിട്ടിയെങ്കിൽ 25 ഗ്രാം ശർക്കരയും കൂടെ ചേർക്കുക. 1 ഗ്ലാസ് തേങ്ങാപ്പാലിൽ ഷെയ്ക്കായിട്ട് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ലൊരു ടോണിക്കാണ്. മൾട്ടിവിറ്റാമിൻ ടോണിക്കായിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഒരു 40+ ആയിട്ടുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കോൺസ്റ്റിപ്പേഷൻ.
അതായത് നമ്മുടെ മലബന്ധം എന്ന് പറയും. അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണിത്. 3 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ചമ്മന്തിയായിട്ട് അരച്ച് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് എടുത്ത് ചമ്മന്തിയായിട്ട് പച്ചയ്ക്ക് ചമ്മന്തിയായിട്ട് അരച്ച് കഴിച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ കോൺസ്റ്റിപ്പേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലത്തിനും സോൾവ് ആവും. നല്ല സ്മൂത്ത് ആയിട്ട് ഒരു 2-3 ദിവസം കൊണ്ട് അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ആവും. ശ്വാസകോശം പ്രോബ്ലം ഉള്ള ആൾ കഴിച്ച് കഴിഞ്ഞാൽ ശ്വാസകോശത്തിൻ്റെ പ്രശ്നങ്ങളും സോൾവ് ആവും. അത് 100% നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എത്ര പഴയ വീസിങ് ആണെങ്കിലും നിങ്ങൾക്ക് അതിൽ ആശ്വാസം കിട്ടും. 8ാമത്തെ മണ്ഡലത്തെക്കുറിച്ചാണ്. നമ്മുടെ പ്രതിരോധ ശേഷി മണ്ഡലം എന്നാണ് പറയുക. പ്രതിരോധ ശേഷിയെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല പച്ചക്കറിയാണ് റിച്ച് ഗോഡ് അല്ലെങ്കിൽ പീച്ചിങ്ങ എന്ന് മലയാളത്തിൽ പീച്ചിങ്ങ എന്ന് പറയും. അതും നമുക്ക് ജ്യൂസായിട്ടോ സാലഡായിട്ടോ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അതിന് കാലത്തെ സാധാരണ പറയുന്ന പോലെ തന്നെ ജ്യൂസായിട്ട് നിങ്ങൾക്ക് കാലത്തെ കഴിക്കാം, അല്ലെങ്കിൽ അത് സാലഡായിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് സ്റ്റീം ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രതിരോധശേഷി കൂട്ടാൻ പറ്റും. നമ്മുടെ റെസിസ്റ്റൻസ് പവർ ശരീരത്തിൻ്റെ അത് കൂട്ടാൻ ഉതകുന്ന ഏറ്റവും നല്ല പച്ചക്കറിയാണ് പീച്ചിങ്ങ. പിന്നെ നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിനും കഴിക്കാവുന്ന ഒരു സാധനമാണ്. അതും ജ്യൂസായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻസിനും ഏറ്റവും നല്ലതാണ്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയും, അതിൻ്റെ മെയിൻ കാരണം പ്രതിരോധശേഷി നഷ്ടപ്പെടുന്നതാണ്. നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമ്മുടെ പ്രതിരോധശേഷിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മളെ ഡയബറ്റിക് പോലുള്ള രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പച്ചക്കറിയാണ് പീച്ചിങ്ങ. 9ാമത്തെ ശരീരമണ്ഡലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ എല്ലുമണ്ഡലം. അപ്പോൾ എല്ലുമണ്ഡലം ശരീരത്തിലെ എല്ലാ എല്ലുകൾക്കും ബലം കിട്ടാനും അതിനുള്ള എന്തെങ്കിലും കറക്ഷൻസ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്ന ഒരു പച്ചക്കറിയാണ് തേങ്ങ. തേങ്ങ ചിരങ്ങി ഏറ്റവും നല്ല മൂത്ത തേങ്ങയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മൂത്തത് അല്ലെങ്കിൽ കൊപ്ര തേങ്ങ. അപ്പോൾ കാൽമുട്ട് വേദന പോലുള്ള രോഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ളത്. ബാക്ക് പെയിൻ, കാൽമുട്ട് വേദന, അല്ലെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഏത് രോഗങ്ങൾക്കും നിങ്ങൾക്ക് തേങ്ങ കഴിക്കാവുന്നതാണ്. തേങ്ങ പച്ചയ്ക്ക് നമ്മളുടെ സാലഡിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. നിങ്ങൾക്കൊരു കോമ്പിനേഷൻ പോലുള്ള സാലഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മത്തങ്ങ സാലഡ്. മത്തങ്ങ സാലഡിൽ തേങ്ങ ചേർക്കാം, സ്വല്പം ശർക്കര ചേർക്കാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് കഴിക്കാവുന്നതാണ്. തേങ്ങ നിങ്ങൾക്ക് ഏത് രീതിയിലും കഴിക്കാവുന്നതാണ്. തേങ്ങ നിങ്ങൾക്ക് ഒരിക്കലും കൊളസ്ട്രോൾ ഉണ്ടാക്കില്ല, ഉള്ള കൊളസ്ട്രോളിനെ കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തേങ്ങ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് ചെറിയ മുട്ടുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. 1-2 ആൾക്കാർ വന്ന് മജ്ജ പോയതാണ്. അപ്പോൾ നമുക്ക് ഈ തേങ്ങ അതിന് വളരെ സൂട്ടബിൾ അല്ല. പക്ഷെ നമ്മുടെ ശരീരം ഒരു മെഷീൻ്റെ പാർട്ടല്ലല്ലോ ഒരിക്കലും. അപ്പോൾ അവർ പറയുന്ന മാതിരി തേയ്മാനം സംഭവിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. നമ്മളുടെ 2 എല്ലുകളുടെ ഇടയിൽ എപ്പോഴും ഒരു മജ്ജ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവിടെ ഒരു കുഷ്യൻ പോലെ ഒരു ഇതുണ്ട്. അതിനൊരിക്കലും തേയ്മാനം സംഭവിക്കുന്നില്ല. അതിന് ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങ സഹായിക്കും. തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മളൊരു പ്ലാസ്റ്റിക് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുമ്പോൾ വെർജിൻ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ അതിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും. പക്ഷേ നമ്മൾ റീസൈക്കിൾ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവില്ല. അതുപോലെയാണ് നമ്മുടെ ശരീരം തന്നെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കേണ്ടത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ശരീരം തന്നെ അത് കറക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളൊരു 15 ദിവസം ഈ കൊപ്ര തേങ്ങ കാലത്തെ ഒരു 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ ചവച്ചരച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്കൊരു 15 ദിവസം കണ്ട് മുട്ടുവേദന കുറയാൻ തുടങ്ങും. പിന്നെ മാറുന്നവരെ നിങ്ങൾ തേങ്ങ കഴിക്കുക, നിങ്ങൾക്കത് സുഖമായിട്ട് മാറ്റിയെടുക്കാം. അല്ലാതെ ഒരു മുട്ട് തേയ്മാനം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. നല്ലപോലെ മൂത്ത തേങ്ങയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിലാണ് കൂടുതൽ ഓയിൽ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത്. നമ്മളൊരു മൂക്കാത്ത തെങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഓയിൽ കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും മൂത്ത തേങ്ങയാകുമ്പോൾ അതിൽ ഓയിൽ കണ്ടൻറ്റ് നല്ലപോലെ ഉണ്ടാവും. പ്രത്യേകിച്ച് കൊപ്ര തേങ്ങയിൽ ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണ്. 10ാമത്തെ മണ്ഡലത്തെക്കുറിച്ചാണ്. 10ാമത്തെ മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ധാരാളം ഗ്രന്ഥികളുണ്ട്. ചില ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈംസ് നമ്മുടെ ബ്ലഡിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് നാളമില്ലാത്ത ഗ്രന്ഥികൾ, അതിൽ ഒരു പൈപ്പ് ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ഗ്രന്ഥികളെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറുനാരങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതും തൊലിയോടെ കുരു കളയാൻ നമുക്ക് വേണമെങ്കിൽ തൊലിയോടെ കുരുവോടെ പച്ചയായിട്ട് നമ്മൾ ജ്യൂസ് അടിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇത് നമ്മുടെ ശരീരത്തിലെ ഗ്രന്ഥികളെ നമ്മുടെ തൈറോയിഡ് പോലുള്ള ഗ്ലാൻസിനെ എൻഹാൻസ് ചെയ്യും. അതിൻ്റെ പ്രൊഡക്ഷൻ നന്നാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തൈറോയിഡുമായിട്ട് ഹൈപ്പോ തൈറോയിഡ് ആണെങ്കിലും ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും നിങ്ങൾക്ക് അതിൽ വ്യത്യാസം ഉണ്ടാവും. കൂടുതലുള്ളതിനെ കുറയ്ക്കും, കുറവുള്ളതിനെ മിനിമം നമ്മുടെ നോർമൽസിയിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു 15 ദിവസം ചെറുനാരങ്ങ ജ്യൂസ്. ഇതിന് ഏറ്റവും അടുത്ത വേറൊരു പ്രോഡക്റ്റ് ഉള്ളത് നമ്മുടെ അകത്തിച്ചീരയുടെ ഇലയാണ്. അതിൻ്റെ ഇലയിലും അയഡിനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളുടെ
നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ അയഡിൻ്റെ അളവ് കുറവായതുകൊണ്ട് ഒരുപാട് ചെടികളിൽ അയഡിൻ നഷ്ടമായിട്ടാണുള്ളത്. അയഡിനുള്ള ചെടികൾ വളരെ അപൂർവമായിട്ടാണ് ഉള്ളത്. മണ്ണിലുള്ള ലീച്ചിങ് കൊണ്ട് പല ട്രേസ് എലമെൻസും മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം മണ്ണിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ തീർച്ചയായിട്ടും നമുക്കത് കിട്ടുകയുള്ളൂ, ഭക്ഷണത്തിൽ കൂടെ നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് ഓരോ ചെടികൾ വലിച്ചെടുത്ത് ആ ചെടികൾ അതിൻ്റെ പ്രൊഡ്യൂസിൽ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ അത് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ തൈറോയിഡ് പോലുള്ള പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് നാരങ്ങ തൊലിയോടെ ഉപയോഗിക്കാവുന്നതാണ്. ജ്യൂസായിട്ടോ അല്ലെങ്കിൽ പച്ചയ്ക്ക് കടിച്ച് തിന്നാം. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലത് ഒരു ആൻറ്റിബയോട്ടിക് ആയിട്ട് കൊടുത്തിരുന്നു. ദൂരദേശത്തേക്ക് യാത്ര പോകുമ്പോൾ എല്ലാവരുടെ കയ്യിലും, അതായത് കല്യാണത്തിന് പോയാൽ പോലും കൂടെ നമുക്കൊരു നാരങ്ങയാണ് തന്നിരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വൊമിറ്റിങ്ങോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവരത് ചവച്ചരച്ച് തൊലിയോടെ ചവച്ചരച്ച് കഴിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഉടനടി ശമനം കിട്ടും. ഛർദിലാണെങ്കിൽ ഉടനെ തന്നെ നിൽക്കുന്നതാണ്. 11ാമത്തെ മണ്ഡലത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ 11ാമത്തെ പച്ചക്കറിയെക്കുറിച്ചാണ്. നമ്മളുടെ ട്യൂബുള്ള ഗ്രന്ഥികൾ, അതായത് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും പുറത്തേക്കാണ് വരുന്നത്. നമ്മുടെ സലൈവ, നമ്മുടെ വിയർപ്പ്, ഇതെല്ലാം ഉണ്ടാക്കുന്ന ഗ്രന്ഥികളെല്ലാം അതിൽ പെടുന്നതാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഏത് ഗ്രന്ഥികളും പുറത്തേക്ക് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പുറത്തേക്ക് വിടുന്നു. അതിനെയെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, നമ്മുടെ BP കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതായിട്ടുള്ള പച്ചക്കറിയാണ് വെണ്ടക്കായ. നമുക്ക് ഈ വെണ്ടക്കായ സാലഡായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ പതുക്കെ സ്റ്റീം ചെയ്ത് നിങ്ങൾക്ക് തേങ്ങയും ചിരണ്ടിയിട്ട് സ്റ്റീം ചെയ്ത് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സാലഡ് ആണെങ്കിലും തേങ്ങയും ചിരണ്ടിയിട്ട് പച്ചയായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. ഇതുകൊണ്ടുള്ള ഗുണം, നിങ്ങളുടെ BP കുറയും. ഏതെങ്കിലും ഒരു BP പേഷ്യൻ്റ്, ഏറ്റവും ഹൈ BP ഉള്ളവർ പോലും ഒരു 10 മുതൽ 15 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് 3 നേരവും ഒരു 4 വെണ്ടക്കായ വെച്ച് പച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ BP കുറഞ്ഞിരിക്കും. 100% നമുക്ക് അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. 12ാമത്തെ മണ്ഡലം, അതായത് നമ്മുടെ രക്തമണ്ഡലം എന്ന് പറയും. രക്തം എങ്ങനെ ശുദ്ധിയാക്കി നമ്മുടെ ശരീരത്തിൽ നിലനിർത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണത്തിൽ നിന്നാണ് പച്ച വാഴയ്ക്കയാണ് അതിന് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഇത് പച്ചയായി തന്നെ കഴിക്കണം. തൊലി നമ്മളുടെ എഡ്ജസൊക്കെ വേണമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യാം. ബാക്കി മുഴുവൻ തൊലിയോട് കൂടെ തന്നെയാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് സാലഡ് പോലെ കഴിക്കാവുന്നതാണ്. നല്ലപോലെ ഇതിനെ തൊലിയുടെ കോർണറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് മെയിൻ തൊലി കളയാതെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഗ്രേറ്ററിൽ ഉരയ്ക്കുക. അതിനുശേഷം അത്രയും തന്നെ തേങ്ങ ചേർക്കുക. അപ്പോൾ തേങ്ങ ചേർത്ത് ശർക്കരയും ചേർത്ത് നിങ്ങൾക്കതൊരു സാലഡ് പോലെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇത് കഴിച്ചാലുണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് തിന്നാവും. ഹാർട്ട് റിലേറ്റഡ് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പച്ചക്കറിയാണ് വാഴയ്ക്ക. നമ്മുടെ നാട്ടിൽ സാധാരണ പേര് വന്നത് തന്നെ വാഴയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ വാഴ വെക്കുക എന്ന് പറയും. വാഴയ്ക്ക ജീവിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലം ഉള്ള എല്ലാവർക്കും ഇത് സാലഡായിട്ട് കഴിക്കാം. എല്ലാവരും ഇത് പച്ചയായിട്ട് കാണുമ്പോൾ തോന്നും പച്ച വാഴയ്ക്ക പച്ചയായിട്ട് കഴിക്കാൻ പറ്റും, അത് പല്ലിൽ കറ പിടിക്കില്ല എന്നൊക്കെ തോന്നും. അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. ഞാനിത് പല പ്രാവശ്യം, എല്ലാം മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ കഴിച്ചതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. നമുക്ക് ഈ കായ, എല്ലാത്തരം കായ ഇതിന് ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായും എല്ലാത്തരം കായകളും ഉപയോഗിക്കാം. അതായത് പകുതി മൂപ്പായിട്ടുള്ള എല്ലാ വാഴയ്ക്കയും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഗാർഡനിൽ, വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഏത് വാഴയ്ക്കാണ് പച്ചയായിരിക്കണം മാത്രം. പകുതി മൂപ്പ് കഴിഞ്ഞ് ഏത് വാഴയ്ക്കയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെ ചോദിക്കാനും പറയാനുള്ളത് നിങ്ങൾക്ക് സാറിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ചോദിക്കാം. നമ്മൾ 12 പച്ചക്കറികളെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. നമുക്കിതിൻ്റെ കോമ്പിനേഷൻസ് നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരേ സമയത്ത് തന്നെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് രോഗങ്ങളുള്ളവർക്ക് 2-3 പച്ചക്കറികൾ ഒരുമിച്ച് ചേർത്ത് കഴിക്കാവുന്നതാണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനത് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതുമായിട്ട് ഉള്ള എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത്രയും പറഞ്ഞത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഇത് പച്ചക്കറി കൃഷി ചെയ്യുകയും പച്ചയായിട്ട് കഴിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങളെല്ലാവരും തന്നെ ഇത് പരീക്ഷിച്ച് നോക്കണം. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി നിങ്ങൾ ജീവിതത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തണം. ഇനി അടുത്ത മനുഷ്യരാശിക്ക് ഏറ്റവും ഒരു പൈസ പോലും ചിലവില്ലാതെ നിങ്ങളുടെ രോഗം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. 12 പച്ചക്കറികൾ, അതായത് ഒരുപാട് പച്ചക്കറികൾ ഉണ്ട്. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത 12 പച്ചക്കറികളാണിത്. ഇതിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും നിങ്ങളിത് പല സമയങ്ങളിലായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒരു 21 ദിവസത്തേക്ക് ഞാൻ കഴിക്കാൻ തീരുമാനിച്ചു. നമുക്ക് അസുഖങ്ങളൊന്നും വേണമെന്നില്ല, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ചേർത്ത് കൊടുക്കാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ സാധാരണ ക്ലാസ് എടുക്കാൻ പോകുന്നൊരു സ്കൂളിൽ പോകാറുണ്ട്. അപ്പോൾ സ്കൂളുകളിൽ ക്ലാസ് എടുത്തപ്പോൾ ഒരു ടീച്ചറിനോട് ഞാൻ പറഞ്ഞു, എല്ലാ കുട്ടികൾക്കും നിങ്ങൾക്ക്
ഓരോ കൊത്തവരയ്ക്കും ഓരോ നമ്മുടെ കോവയ്ക്കും നിങ്ങൾ പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കൂ. അപ്പോൾ അവരത് ഫോളോ ചെയ്തു. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏത് ക്ലാസ്സിലത്തെ കുട്ടികൾ ലീവായാലും ടീച്ചറുടെ ക്ലാസ്സിലെ കുട്ടികൾ ലീവ് എടുക്കാറില്ല, അവർക്ക് അസുഖം വരാറില്ല. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾക്ക് വളരെ എമർജൻസി ട്രീറ്റ്മെൻറ്റിന് പോലും നമുക്ക് ഈ പച്ചക്കറികൾ ഉപയോഗിക്കാം. പക്ഷേ ജനങ്ങൾക്ക് അതിലുള്ളൊരു വിശ്വാസം വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഇത് ചെയ്യുന്നത്. മനുഷ്യൻ്റെ ലാസ്റ്റ് ചാൻസ് ആണിത്. ഇത് ഇനി ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ജനങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നും തന്നെ ഇല്ല. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങളുടെ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായും ഈ 12 പച്ചക്കറികളെ ഉപയോഗപ്പെടുത്തുക. താങ്ക് യു. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതുപോലെ ഇത് പരീക്ഷിച്ച് നിങ്ങൾക്ക് അതിലെ ഗുണങ്ങളും ഈ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇതിലും നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ അടുത്ത ദിവസം വരും. അതുവരെ എല്ലാവർക്കും ബൈ.